മലയാളി അല്ലാതിരുന്നിട്ട് കൂടി മലയാളിക്കരയിലെ ലാളന ഏറ്റുവാങ്ങിയ നടന്മാരിൽ ഒരാളാണ് അബ്ബാസ് എന്നറിയപ്പെടുന്ന മിർസ അബ്ബാസ് അലി. ഡ്രീംസ്, കല്യാണക്കുറിമാനം, ഗ്രീറ്റിംഗ്സ്, കണ്ണെഴുതിപ്പൊണ്ടിത്തൊണ്ട് തുടങ്ങിയ മലയാള സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. ന്യൂസിലാൻഡിലേക്ക് പറിച്ചു നടപ്പെട്ട അദ്ദേഹം സാമ്പത്തികമായി തകർന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അവിടെ മെക്കാനിക്, ടാക്സി ഡ്രൈവർ അടക്കം ധാരാളം ജോലികൾ ചെയ്തു വന്നിരുന്നു. മോട്ടിവേഷണൽ സ്പീക്കറായും അബ്ബാസ് അറിയപ്പെട്ടിരുന്നുവെന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ തനിക്ക് ന്യൂസിലാൻഡിൽ സ്ഥിരമായി സർക്കാർ ജോലിയിൽ തുടരുകയാണെന്ന് നടൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്ഥിര വരുമാനം അല്ലെങ്കിലും തുടക്കത്തിൽ പുതിയ അനുഭവങ്ങൾക്കായി കുറച്ച് ദിവസം മാത്രമാണ് അദ്ദേഹം ഇത്തരം ജോലികൾ ചെയ്തതെന്നും വ്യക്തമാക്കുന്നു. വിവിധ മേഖലകളിൽ ജോലി ചെയ്ത അനുഭവങ്ങൾ ജീവിത പാഠമായി കണ്ട അബ്ബാസ് ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന ആശയം വിദേശത്ത് കൂടുതൽ ശക്തമാണെന്നും പറയുന്നു. 90കളിലെ ചോക്ലേറ്റ് ഹീറോയായ അബ്ബാസ് ഇന്നും പലർക്കും അതേ യൗവനമുഖത്തോടെയാണ് ഓർമ്മയിൽ നിലനിൽക്കുന്നത്. സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനാൽ താരം എവിടെയാണെന്നറിയുന്നതിനുള്ള ആകാംക്ഷകളും ആരാധകർക്ക് കൂടുതലാണ്. ന്യൂസിലാൻഡിൽ സാധാരണ ജീവിതം ആസ്വദിക്കുകയാണ് അബ്ബാസ് ഇപ്പോൾ. ഇടയ്ക്ക് പെട്രോൾ പമ്പിലാണ് അബ്ബാസ് ജോലി ചെയ്യുന്നത് എന്ന രീതിയിൽ വാർത്തകൾ ഏറെയും പ്രചരിച്ചിരുന്നു. അതിൻ്റെ സത്യം അബ്ബാസ് തന്നെ തുറന്നു പറഞ്ഞ് പിന്നിടെത്തിയിരുന്നു. ന്യൂസിലാൻഡിൽ തുടക്കത്തിൽ അനുഭവങ്ങൾ തേടി ദിവസങ്ങൾ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിരുന്നുവെന്നും അത് സ്ഥിര ജോലി അല്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ന്യൂസിലാൻഡിൽ സ്ഥിരതാമസക്കാരനാണ്. ഇവിടെ സർക്കാരിനായാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ ഏതു തരം ജോലിയാണ് എന്ന് വെളിപ്പെടുത്തുവാൻ കഴിയില്ല. ഇതിനു മുമ്പ് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. ഒഴിവു സമയങ്ങളിൽ ബൈക്ക് ഓടിക്കുവാൻ എനിക്കിഷ്ടമാണ്. പാവപ്പെട്ട അബ്ബാസ് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നൊക്കെയായിരുന്നു അന്ന് വാർത്തകൾ വന്നിരുന്നത്. ഞാൻ ആദ്യമായി ന്യൂസിലാൻഡിൽ വന്നപ്പോൾ എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അതിനു പുറമെ എനിക്ക് പുതിയ എന്തെങ്കിലും പരീക്ഷിക്കുവാൻ തോന്നി. ഈ അനുഭവങ്ങൾ ഭാവിയിൽ എൻ്റെ സിനിമാ ജീവിതത്തിന് ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ കരുതി. അതിൻ്റെ ഭാഗമായാണ് എൻ്റെ വീടിനടുത്തുള്ള പെട്രോൾ പമ്പിൽ എനിക്ക് ജോലി ലഭിച്ചത്. 10 ദിവസം ഞാനവിടെ ജോലി ചെയ്തു. പക്ഷേ ആ ജോലിയിൽ നിന്ന് രസകരമായി ഒന്നും തന്നെ എനിക്ക് കിട്ടിയില്ല. എന്നാൽ ഇന്ത്യയിൽ ഇവയൊന്നും പരീക്ഷിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചാലും ആളുകൾ എനിക്ക് ഭ്രാന്താണെന്ന് പറയുന്നു. ഡിഗ്നിറ്റി ഓഫ് ലേബർ ഇവിടെയുണ്ട്, അത് ഇന്ത്യയിലില്ല. ഇവിടെ ഞാൻ ഒരു ബൈക്കും മെക്കാനിക്കായും കൺസ്ട്രക്ഷൻ ജോലികളും ഒരു കോൾ സെൻറ്ററിലും ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്ത്യയിൽ 2 ബിസിനസ്സുകളുണ്ട്. ഏത് ജോലിയും ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല. എല്ലാം ഒരു അനുഭവമായാണ് ഞാൻ കാണുന്നത്. താൻ ഇപ്പോഴും നിലനിർത്തുന്ന സിനിമാ സൗഹൃദങ്ങളെക്കുറിച്ചും നടൻ തുറന്നു പറയുന്നു. മാധവൻ, ശ്യാം, സിമ്രാൻ, സൂര്യ, ജ്യോതിക, പ്രഭുദേവ, റിമ, രംഭ, വിനീത്, സംഗീത തുടങ്ങിയവരുമായുള്ള തുടക്കം മുതൽ എനിക്കിപ്പോഴും സൗഹൃദമുണ്ട്.